ഹായ് ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. മല്ലു ടോക്സ് ആസലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ കുറച്ച് നാളെ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കും ആണെങ്കിൽ ദിവബ്രോ എടുക്കാനുള്ള കുറച്ച് ബിസി ആയിപ്പോയി. കുറെ വീഡിയോസ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. യെസ് അഗൈൻ, ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഗെയിം കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ദീപക് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ദീപക് കൂടെ സ്ട്രീമിലേക്ക് ആഡ് ചെയ്യാം. വെൽക്കം ദീപക്, വെൽക്കം ടു സ്ട്രീം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ജീവിതത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് എനിക്ക് വലിയ സുഖമൊന്നുമില്ല. അതെന്താ? കാരണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാരണം ഇന്നലത്തെ റിസൾട്ടും ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഡ്രോയും ഒക്കെ വന്നതല്ലേ. ഓവറോൾ പിക്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ചൂണ്ടിക്കാണിക്കാൻ എന്തേലും പ്രതീക്ഷ വെക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ചാമ്പ്യൻസ് ലീഗിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വെക്കാൻ തോന്നുന്നില്ല, കാരണം റയൽ മാഡ്രിഡ് ആണ്. പിന്നെ ഈ പ്രീമിയർ ലീഗിലെ ഓരോ വെറൈറ്റി പെർഫോമൻസുകൾ കാണുമ്പം നമുക്ക് ഫുട്ബോളിനോടുള്ളൊരു ആശയുണ്ടല്ലോ, ആഗ്രഹമുണ്ടല്ലോ. ഇപ്പൊ വേറെ എന്തെങ്കിലും, ഇപ്പൊ നമ്മളിപ്പോ ആർസെനലിന്റെ കളി അല്ലാണ്ട് വേറൊരു ന്യൂട്രൽ കളി കാണാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിലോട്ട് പൊക്കോണ്ടിരിക്കുക. ദാറ്റ് ഡസ് നോട്ട് മീൻ ആർസെനൽ അത്രയും മോശം സ്ഥിതിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ പിക്ചറിലല്ല. സ്റ്റിൽ വി ആർ ഇൻ സെക്കൻഡ്. പക്ഷെ ആസ് എൻ ആർസെനൽ ഫാൻ നോക്കിക്കഴിഞ്ഞാൽ ആർസെനൽ ഇത്ര 2-3 വർഷത്തിൽ നടക്കുന്നതിൽ ഏറ്റവും മോശമായ പെർഫോമൻസുകളാണ് ഇപ്പം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആൻഡ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള പെർഫോമൻസുകളാണ്. അവിടെയാണ് ഇപ്പം ലെറ്റ്സ് സേ നമ്മളിപ്പം ഡൗൺഫോൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതൊരു ബാഡ് ഫേസ് ആണ് നമുക്ക് നല്ല രീതിക്കുള്ളത്. അത് എത്രത്തോളം നാളെ എത്ര പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹൗ വിൽ ഇറ്റ് എന്താ നെക്സ്റ്റ് സീസണിന്റെ സ്റ്റാർട്ടിന് എങ്ങനെ പ്രീമിയർ ലീഗിൽ അത് ബെനിഫിറ്റ് ചെയ്യോ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോണത്. ഓൺലി ഹോപ്പ് സംതിങ് വിൽ ഹാപ്പൻ ഇൻ ചാമ്പ്യൻസ് ലീഗ്. അത് ഞാൻ പ്രതീക്ഷയും ആഗ്രഹമൊന്നും വെക്കുന്നില്ല, പ്രതീക്ഷ വെക്കുന്നില്ല. ഒരു ആസ് എൻ ആർസെനൽ ഫാൻ ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി. ഈ ഡ്രോ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചാണ്, ഇങ്ങനൊരു ഡ്രോ സംഭവിച്ചാൽ PSV ബീറ്റ് ചെയ്താൽ അപ്പുറത്ത് കിട്ടാൻ നമ്മൾ കൂടുതൽ, അതായത് നോട്ട് ബിക്കോസ് ഓഫ് എനി അതർ റീസൺസ്, പക്ഷെ പ്യൂർലി ഓൺ ദ ഫുട്ബോൾ, അതായത് ടാക്ടിക്കൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. റയൽ മാഡ്രിഡ് ഒപ്പോണന്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫേവറബിൾ ആയിരുന്നേനെ എന്നുള്ള രീതിയിൽ, ഇൻ ദ സെൻസ് കുറച്ചുകൂടെ നമുക്ക് കൗണ്ടർ അറ്റാക്സ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ള രീതി. കാരണം നമുക്കറിയാം നമ്മുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ ഭയങ്കര, ഓഫ് ദ ബോൾ ഡിഫെൻസീവ് സ്ട്രക്ചർ ഒക്കെ ഭയങ്കര കിടിലമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മിഡ് ബ്ലോക്ക്, ലോ ബ്ലോക്ക് പോലത്തെ ടീംസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ഒരുപാട് ഇഞ്ചറീസ് നമ്മളെ അഫക്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ എസ്പെഷ്യലി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിചാരിച്ച അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് നമ്മുടെ ഒപ്പോണന്റ് എങ്കിൽ നമ്മൾ കണ്ടു അത്ലറ്റിക്കോ ശരിക്കും പറഞ്ഞാൽ ആ മാച്ചിനെ കുറിച്ചും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകണം നമുക്ക്. ജസ്റ്റ് ഇത് പറയുന്നതിന് മുമ്പ്, അത്ലറ്റിക്കോ ആണെങ്കിൽ അവരുടെ ഡിഫൻസീവ് നമുക്കറിയാം, സിമിയോണി എന്ന് പറയുന്ന ഒരു കോച്ച് കളിപ്പിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് നമ്മുടെ. അതും എസ്പെഷ്യലി ക്വാർട്ടർ ഫൈനൽസ് ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ലെഗ് അവയായിരുന്നു നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് ജയിക്കാന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കേസല്ല. അത് പറയുമ്പോൾ ബെർണബോയാണ് നമ്മുടെ സെക്കൻഡ് ലെഗ്. അത് ഈസി എന്നല്ല ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം പറയാനുള്ള സിമ്പിൾ കാര്യം ഞാൻ ഒരു കാര്യം പറയാം. അത്ലറ്റിക്കോ മെഡ്രിഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബസ് പാർക്കിംഗ് കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കൂടുതലും അവര് കളിക്കുന്നത്. ബസ് പാർക്കിംഗ് എന്നല്ല, അങ്ങനെ ബസ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര താത്തുമല്ല, മോർ ഡിഫെൻസീവ് ഗെയിം ആണ് അവര്. എന്നിട്ട് അവര് കൗണ്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റും. പക്ഷെ എനിക്ക് അവിടെ പറഞ്ഞത്, നമ്മളെപ്പോഴും കൗണ്ടർ എന്ന് പറയുമെങ്കിൽ നമ്മളൊരു കാര്യം, അവരുടെ ഫ്രണ്ട് ലൈൻ ശരിക്കും നല്ല ടെക്നിക്കൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗ്രീസ്മാൻ അല്ലെങ്കിൽ ജൂലിയൻ ആൽവരസ് ഒക്കെ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള നല്ല ടെക്നീഷ്യൻസ് ആണ് ഇവരൊക്കെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടീമിന് അതില്ല. അപ്പൊ ഇതിന്റെ ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടായിരുന്നു ടൈയെങ്കിൽ നമ്മുടെ ഡിഫൻസും മിഡും ഏകദേശം സിമിലർ ആയിട്ടുള്ള രീതിയിൽ പോവും. പക്ഷെ അറ്റാക്കിൽ വരുമ്പോഴത്തേക്കും അവര് അവിടെ നമ്മളെ, കാരണം അവർക്ക് കുറച്ചുകൂടെ ആ ഒരു പ്രസൻസ് ഉള്ളൊരു പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക്.
ഇല്ലില്ല. അവരുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നതെന്നറിയോ? അവര് ഡിഫെൻസീവ്ലി സ്ട്രോങ്ങാ. പ്ലേയിങ് ഫ്രം ദ ബാക്ക് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യും. മിഡ്ഫീൽഡ് വരെ അവര് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യും. മിഡ്ഫീൽഡിൽ ഫിസിക്കാലിറ്റി കൂടുതലാണ് അവർക്ക്. ഫിസിക്കാലിറ്റി കൂടുതലാണ്. അവിടുത്തെ ആ ഫിസിക്കാലിറ്റിന്ന് നേരെ അറ്റാക്കിലോട്ട് പോകുമ്പം പേസ് ഇരട്ടിക്കും അവന്മാർ. അതെ റയൽ അതെ അതെ. മാഡ്രിഡിന്റെ കേസിലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡയറക്റ്റ് ആണ് അല്ലെ, അവർ കുറച്ച് ഫ്രണ്ടിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആണ്. പക്ഷെ ഡയറക്റ്റ് ആവും. അതുവരെ അവര് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അറ്റാക്ക് വരുമ്പോ ഒരു ഡബിൾ പേസിൽ വരുമ്പോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതേ സമയത്ത് റയൽ മാഡ്രിഡിന്റെ കേസിലാണെങ്കിൽ ഫ്രം ദ ബാക്ക് ടു ദ ഫ്രണ്ട് ഒരേ പേസ് ആണ്. ഒരേ പേസ് ആണ്. ഫാസ്റ്റ് പേസ് ആണ്. അപ്പം നമുക്ക് അറിയാം ഇത് ഇവരുടെ ഈ ടാക്ടിക്കൽ സ്വിച്ച് മീൻസ് ആ പേസ് സ്വിച്ച് ആവുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. ആ സ്വിച്ചിൽ നമ്മൾ കൗണ്ടർ പോലെ വീഴും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് എനിക്ക് അത്ലറ്റിക്കോനെക്കാട്ടും റയല് കിട്ടിയ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തോന്നുന്നത്. കാരണം എപ്പം അത്ലറ്റിക്കോ അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാവില്ല ആ കളിയിൽ. അതേ സമയത്ത് റയൽ ഫോർ ഷുവർ അറ്റാക്ക് ആയിരിക്കും. ഫ്രം ബാക്കിൽ നിന്ന് നേരെ ബെല്ലിംഗമിന്ന് നേരെ വിനീഷ്യസോ അല്ലെങ്കിൽ റോഡ്രിഗോ ഓർ എംബാപ്പെ, അവിടെ നിന്ന് എംബാപ്പെ പോവുക, അവിടെ നിന്ന് നേരെ അറ്റാക്ക് ചെയ്യുക, ക്രോസ് ഇടുക. ഇതാണ് അവന്മാരുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ റയലിന്റെ. അത് നമുക്ക് അറിയാം. മിഡ്ഫീൽഡ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നൊരു സീൻ. അവിടെയാണ് ആ വ്യത്യാസം. എന്നും പറഞ്ഞ് റയലിന്റെ ഗെയിമില് നമ്മള് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ റയലിന്റെ ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററി നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുകയോ അല്ല. ഡെഫിനറ്റ്ലി ഗോയിങ് ഇൻ ടു ദിസ് റൗണ്ട് നമ്മൾ ഫേവറേറ്റ്സ് അല്ല നമ്മൾ ഒരിക്കലും ഫേവറേറ്റ്സ് അല്ല. കാരണം ഞാൻ ഒപ്റ്റ അനലിസ്റ്റിന്റെ ഒക്കെ സ്റ്റാറ്റ്സ് ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്കറിയാം, ലൈക്ക് ഐ ടെസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ആ ഒരു ടീം ഒരു ചാമ്പ്യൻസ് ലീഗിൽ അവര് കാണിക്കുന്ന ഒരു പ്രകടനമുണ്ട്, അല്ലെങ്കിൽ ദ ഫൈൻഡ് എ വേ എന്നുള്ള രീതിയാണ്. ഇപ്പൊ ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് തന്നെ നമുക്ക് കുറച്ച് സംസാരിക്കാം. ആ ഒരു അത്ലറ്റിക്കോ റയൽ മത്സരം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അത്ലറ്റിക്കോ ഡിസർവ് ചെയ്തൊരു ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നു. അത്ലറ്റിക്കോ ഡിസർവ് ടു ഗോ ത്രൂ. ഒരു കോൺട്രവേഴ്ഷ്യൽ പെനൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ പെനൽറ്റി ഷൂട്ട് ഔട്ട് എത്താൻ പാടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പാടില്ലായിരുന്നു. അതെ അതെ. യൂട്ടിലൈസ് ചെയ്തില്ല. എസ്പെഷ്യലി വിനീഷ്യസ് അങ്ങനത്തെ ഒരു ചാൻസ് പെനൽറ്റി കൊണ്ട് കളയുകയും ചെയ്തു. സോ ആ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി അവര് എനിക്ക് തോന്നുന്നു ക്യാപിറ്റലൈസ് ചെയ്യേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി, ബട്ട് ചെയ്തില്ല. എഗൈൻ നമ്മൾ പറയേണ്ടത് റയൽ ആ സമയത്ത് അത്യാവശ്യം ഡിഫെൻഡ് ചെയ്തു. അതും അവിടെ പറയേണ്ടതായിട്ടുണ്ട്. ബട്ട് ഓവറോൾ എനിക്ക് തോന്നിയ കാര്യമായിരുന്നു അത്ലറ്റിക്കോ ഷുഡ് ഹാവ് ഗോൺ ത്രൂ ഇൻസ്റ്റെഡ് ഓഫ് റയൽ. പക്ഷെ റയൽ മാഡ്രിഡ് ഇൻ ചാമ്പ്യൻസ് ലീഗ് ദേ ഓൾവേസ് ഫൈൻഡ് എ വേ എന്ന് പറയുന്ന പോലെയാണ്. യെസ്. അപ്പൊ ഇനിയിപ്പം ക്വാർട്ടർ ഫൈനൽസ് ആണ് വരാൻ പോകുന്നത്. എന്തായാലും ക്വാർട്ടർ ഫൈനലിനെ കുറിച്ച് നമുക്ക് എന്തായാലും വേറെ ഒരു ചർച്ച തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. കാരണം അതിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് വേറൊരു വീഡിയോ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. ഇന്നലെ നടന്ന PSV ആർസണൽ ഹോം ഗെയിം 2-2 അവസാനിച്ചു. ആൻഡ് അഗ്രിഗേറ്റ് 9-3 ആയിരുന്നു. അത് ആ ഒരു കളി, ആ മാച്ച് കണ്ടായിരുന്നു. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ആ മാച്ച് കാണുന്നുണ്ട്. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത ആ ഗെയിം തന്നെയാണ്. ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് റയലും അത്ലറ്റിക്കോ ഇടയ്ക്ക് ഇങ്ങനെ മാറി നോക്കുന്നുണ്ടായി. അപ്പം ഈ ഒരു കളി എനിക്ക് തോന്നിയ ബെറ്റർ ദാൻ ഇറ്റ് വാസ് വേ ബെറ്റർ ദാൻ ആർസണൽ പ്ലേയിങ് അഗേൻസ്റ്റ് വെസ്റ്റ് ഹാം ഓർ യുണൈറ്റഡോ വെസ്റ്റ് ഹാമോ കളിച്ചതിനെക്കാട്ടും എത്രയോ ഭേദത്തിലാണ് കളിച്ചത്. പല റീസൺസ് ഉണ്ട് അത് പറയാൻ. കാരണം ഈ പറയുന്ന യുണൈറ്റഡോ വെസ്റ്റ് ഹാമോ ഒക്കെ കളിച്ച സമയത്ത് നമ്മുടെ ഫസ്റ്റ് ടീം ഫുൾ ആയിട്ടാണ് ഇറങ്ങിയത്. ഹൂഎവർ ഈസ് അവൈലബിൾ ഫസ്റ്റ് ടീം ആയിട്ടാണ് ഇറങ്ങിയത്. അവിടെ ബസ് പാർക്ക് ചെയ്തിട്ടാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അവന്മാർക്കെതിരെ ചാൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. യെസ്റ്റർഡേ PSV സത്യം പറഞ്ഞാൽ ട്രൈങ് ടു എൻജോയ് ദ ഗെയിം. അവര് ബസ് പാർക്ക് ചെയ്തിട്ട് മറ്റേ ഇത് ചെയ്യാനൊന്നും അല്ല, അവർക്ക് ഗോൾ അടിക്കണം അങ്ങനത്തെ രീതിയിലാണ് അവര് കളിച്ചത്. വിത്ത് 6 ചേഞ്ചസ്, നമ്മുടെ ടീമിൽ 6 ചേഞ്ചസ് ഉണ്ടായിട്ട് പോലും നമ്മൾ ആ ഒരു ലൈക്ക് മെയിൻ ടീമിന് ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമ്മുടെ 6 ചേഞ്ചസ് ഉള്ളിടത്ത് 2 ഗോൾസ് സ്കോർ ചെയ്യുക, അതും സ്റ്റെർലിങ്ങിന്റെ 2 അസിസ്റ്റിൽ നമ്മൾ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വേ ബെറ്റർ ഡീസന്റ് പെർഫോമൻസ് ദാൻ നമ്മുടെ പ്രീമിയർ ലീഗ്. അത് എനിക്ക് ബേസിക്കലി ഇതിന് ഇന്നലെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അബ്സല്യൂട്ട്ലി അത് സത്യമായിരുന്നു. പിന്നെ ഇന്നലത്തെ മാച്ചിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ട PSV ഫാൻസിനെ കുറിച്ചും കൂടെ പറയണല്ലേ. അവര് ആ ഒരു സമയത്തും അവരുടെ ഒരു സപ്പോർട്ടും അവര് ഫുൾ വൈബ് ചെയ്ത്, അത് ശരിക്കും ഭയങ്കര നല്ലൊരു മൊമെന്റ് ആയിട്ട് തോന്നി. ഒരു ഫുട്ബോൾ ഈസ് ഓൾ അബൌട്ട് എന്നുള്ള രീതിയിൽ
ഒറ്റ കാര്യം പറയാനുള്ളൂ, ആ PSV 7-1 നിന്നപ്പോഴും ആ 9-3 നിന്നപ്പോഴും ഫ്രം ദാറ്റ് മൊമെന്റ് അവർ എൻജോയ് ചെയ്യുമായിരുന്നു. അതേ സ്ഥാനത്ത് ഷിഫ്റ്റ് ടു ആർസണൽ. ആർസണൽ ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഡു യു തിങ്ക് ആർസണൽ ഫാൻസ് ഇങ്ങനെ ചെയ്യുന്നു? നെവർ. ആർസണൽ ഫാൻസ് സ്റ്റേഡിയത്തിൽ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി. ഇല്ല, സ്റ്റേഡിയത്തിൽ വരും. സി ദോസ് ഇല്ല പീപ്പിൾ മീൻസ് അവേ ഫാൻസ് ഉണ്ടാവും. എനിക്ക് എനിക്ക് സെക്കൻഡ് തോന്നുന്നില്ല ഹാഫ് അവരപ്പൊ തന്നെ അത്ര സെക്കൻഡ് ആയിട്ട് കാരണം അത്രയും ആ ഒരു ലൈവ് എൻവയോൺമെന്റ് ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഗ്രേക്ക്. അതാണ് എനിക്ക് തോന്നുന്നത് അതൊരു പൊതുവെ യൂറോപ്യൻ ഫാൻസ് എല്ലാരും ഇങ്ങനെയാണ്, കുറച്ച് പാഷനേറ്റും വൈബറായി. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആർസണൽ ഫാൻസ് പറയുമ്പം ഒരു ഒരു ജനക്കൂട്ടം കൂടിയാണ്, വലിയൊരു മിക്സ് ആണ് അതിനകത്ത്. ഇപ്പം യുണൈറ്റഡ് ആണെങ്കിലും ആർസണൽ ആണെങ്കിലും ഇത്തിരി വലിയ ക്ലബ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ പല മറ്റെന്ന് പറഞ്ഞ ഒരു സിറ്റിയിലെ ആൾക്കാരായിരിക്കും അവരുടെ ഒരു പാഷനെ വെച്ചായിരിക്കും അവർ വരുന്നതും. അതിൻ്റെതായ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം PSV മത്സരത്തില് ഇപ്പൊ എനിക്ക് ഞാൻ ആ 2 മാച്ചും കണ്ടോണ്ടിരുന്നോണ്ട് കൂടുതൽ അത്ലറ്റിക്കോ റയൽ കളിയായിരുന്നു കണ്ടോണ്ടിരുന്നത്. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പം ഫസ്റ്റ് ഹാഫ് നോക്കിയപ്പോഴത്തേക്കും സ്റ്റെർലിംഗ് റഹീമിക്കയുടെ മാസ്മരികമായ പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നു. 2 അസിസ്റ്റും ഒരു നല്ലൊരു ചാൻസ് കിട്ടി, ഒരു 1-on-1 ചാൻസ് കിട്ടി, അത് കളഞ്ഞു. ബട്ട് സ്റ്റിൽ നല്ല പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും പുള്ളി വയ്യ ആകെ. ബാക്ക് ടു ഗെയിം ഓഫ് 2 ഹാഫ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിലും എനിക്ക് അത് ചിലപ്പോ തോന്നാറുണ്ട് ചില മാച്ചസിൽ നമ്മുടെ പ്ലേയേഴ്സ് ഒരുമിച്ച് കളിക്കണ്ടെന്ന് തീരുമാനിക്കും ചില മാച്ചസിൽ. അതായത് അവരുടെ ടച്ചസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്ക് ഇന്റൻഷൻ ഇല്ല ജയിക്കാൻ എന്ന് നമുക്ക് മനസ്സിലാവും. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ അത് മെന്റാലിറ്റി ഇഷ്യൂ ആണോ ടാക്ടിക്കൽ ഇഷ്യൂ ആണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി ബാക്ക് ടു ദ ഗെയിം. സ്റ്റെർലിംഗിന്റെ നല്ലൊരു പെർഫോമൻസ് ആൻഡ് ദാറ്റ് ഫസ്റ്റ് ഗോൾ ഫ്രം സിൻചെങ്കോ ഓൾസോ, അതും ഒരു സൂപ്പർ ഗോൾ ആയിരുന്നു. ഹൂ ന്യൂ അല്ലേ സിൻചെങ്കോ സെൻട്രൽ മിഡ്ഫീൽഡ്, 4 ലെഫ്റ്റ് ബാക്ക്, ടിയർണി ലെഫ്റ്റ് വിങ്. എന്താ അതിനെ കുറിച്ച് പറയാൻ? അല്ല, സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെ. 4 ലെഫ്റ്റ് ബാക്സ് ആണ് ഇന്നലെ നമ്മുടെ ടീമിന് വേണ്ടി ഇറങ്ങിയത്. അതില് വിങ്ങേഴ്സും മിഡ്ഫീൽഡും മറ്റേ മിഡ്ഫീൽഡും ഒരു സ്ട്രൈക്കറും കൂടെ ഉണ്ട്, ഒരു ലെഫ്റ്റ് ബാക്കും കൂടെ ഉണ്ടായിരുന്നു. വേറെ സ്ട്രൈക്കറായിട്ട് ഇറക്കിയായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത്ര ലെഫ്റ്റ് ബാക്സിന് എന്തിനാ വാങ്ങിക്കൂട്ടിയത്. അതെ, ബേസിക്കലി ഇന്നലെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ഡിഫറൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് എല്ലാ ഗെയിമിലും അത് നടക്കണമെന്നും ഇല്ല താനും. വാട്ട് ഒഡേഗാർഡ് ഷുഡ് ലേൺ ഫ്രം സിൻചെങ്കോ, ചില കാര്യങ്ങൾ പഠിക്കേണ്ട എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പേസിൽ പാസ് കൊടുക്കുക, പെട്ടെന്ന് പാസ് കൊടുക്കുന്ന സാധനം ഒഡേഗാർഡിന് അതില്ല. ലൈക്ക് ബോൾ കുറച്ചു നേരം വെച്ചോണ്ടിരുന്ന് 1-2 ടച്ച് എക്സ്ട്രാ എടുത്തിട്ട് കൊടുക്കാൻ നിൽക്കുന്ന പാസിന് പകരം സിൻചെങ്കോ ഇന്നത്തെ കളിയിൽ 1-2 പാസുകൾ അങ്ങനെ കൊടുത്തത് കാണുമ്പം ദാറ്റ് ഈസ് എ ബിഗ് ഡിഫറൻസ്. ആ ഒരു മൊമെന്റിൽ ചെറിയൊരു ബിഗ് ഡിഫറൻസ് ആണത്. മൊത്തത്തിലെ ഗെയിമിനെ അല്ല, ആ ഒരു മൊമെന്റില് ഒരു ഡിഫറൻസ് വരും ആ സെക്കൻഡിൽ. അത് നല്ല രീതിക്കുണ്ട്. പിന്നെ അത് ആക്ച്വലി ഫസ്റ്റ് ലെഗിൽ ഒഡേഗാർഡ് അത്യാവശ്യം നല്ല അങ്ങനെയായിരുന്നു കളിച്ചോണ്ടിരുന്നത്. അധികം ബോൾ കൈവെക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ പോയി. പ്രീമിയർ ലീഗിൽ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വേറൊരു ടീമായി മാറും. പ്ലസ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വാട്ട് ട്രൊസാർഡിനെ കാട്ടും വാട്ട് മാർട്ടിനെല്ലി ഷുഡ് ലേൺ ഫ്രം ടിയർണി ഇടുന്ന ഇന്റൻഷനോടെയുള്ള ക്രോസുകൾ ഉണ്ടല്ലോ, ആ ഇന്റൻഷനോടെയുള്ള ക്രോസുകളും ദാറ്റ് ടു എയിം ചെയ്യുന്ന കറക്റ്റ് സ്പോട്ടിലാണ്. പ്ലേയേഴ്സ് വരുമോ ഇല്ലയോ ദാറ്റ് ഈസ് സെക്കൻഡറി. ഒരു സെൻട്രൽ ലൈൻ ഗോൾ കീപ്പറിന് വരാൻ പറ്റുമോ ഇല്ലയോ, ഡിഫൻഡറിന് ജമ്പ് ചെയ്ത് ഇതെടുക്കണോ ഇല്ലയോ, ആ സ്പോട്ടിലാണ് ടിയർണി ഇടുന്ന ക്രോസുകൾ. വെൻ യു ഗീവ് അങ്ങനത്തെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്രോസ് ഇടുമ്പം ഈ പറയുന്ന സ്ട്രൈക്കറിന് പോലും അവിടെ വന്ന് നിൽക്കാൻ തോന്നുന്നു. ഇവൻ ഉണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് അവിടെ വരും കിട്ടും. ഇത് നമ്മള് 4 കളിയിൽ 2 എണ്ണം അങ്ങനെ ഇടും. അപ്പൊ നമ്മുടെ സ്ട്രൈക്കർ അവിടെ ഇല്ല എന്ന് നമ്മൾ കുറ്റം പറയും. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബോൾ അവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കണം, അതില്ല. അതാണ് ടിയർണിയുടെ അടുത്ത് പഠിക്കേണ്ടത്. മാർട്ടിനെല്ലിയുടെ കാര്യത്തില് മാർട്ടിനെല്ലി ഞാൻ നോക്കിയ സമയത്തൊക്കെ, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ സീസണൊക്കെ മാർട്ടിനെല്ലി കുറച്ചുകൂടെ ഇൻസൈഡ് കട്ട് ചെയ്ത് കളിച്ചൊരു പ്ലെയർ ആയിരുന്നു. സാക്ക എങ്ങനെയാണോ കളിക്കുന്നത് അതിന്റെ അതേപോലെ തന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നൊരു പ്ലെയർ ആയിരുന്നു മാർട്ടിനെല്ലി. പെട്ടെന്ന് മാർട്ടിനെല്ലി ഇപ്പം ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഡ്രിബിൾ ചെയ്യുന്നുള്ളൂ. അതായത് ഔട്ട്സൈഡ് ഡ്രിബിൾ ചെയ്ത് അത് കോർണർ ആക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയോടെയാണ്
മാർട്ടിനിലി കളിക്കുന്നത്. അതുകൊണ്ട് അത് ആ ഒരു ആ ഒരു മെന്റാലിറ്റി മാറണം. തിരിച്ച് മാർട്ടിനെല്ലി ആ ഒരു കട്ട് ചെയ്ത് അകത്ത് കയറി ഡ്രിബിൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് മാർട്ടിനെല്ലി. ഇതൊക്കെയാണ് സത്യം പറഞ്ഞ മാർട്ടിനെല്ലി കുറച്ചുകൂടെ ഗെയിം അപ്പ് ചെയ്യണമെന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഗോൾ അടിച്ചോ ഇല്ലയോ എന്നുള്ളതെന്ന് നമുക്കിപ്പോ ഒരു വിഷയമല്ല സത്യം പറഞ്ഞ മാർട്ടിനെല്ലിയെ സംബന്ധിച്ച്. പുള്ളിയുടെ പെർഫോമൻസ് ഓവറോള് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മാർട്ടിനെല്ലിയെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അതായത് ഇൻ കേസ് സാക്ക ഫിറ്റ് ആവുന്നതാണ് ഇപ്പൊ കേൾക്കുന്നത്. എൻഡ് ഓഫ് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും ഫിറ്റ്. അപ്പം പ്രോബബ്ലി മേ ബി ക്വാർട്ടർ ഫൈനൽസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് അവൈലബിൾ ആവുന്നതാണ് കേൾക്കുന്നത്. കാരണം ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോൾ ഹി ഷുഡ് ബി ഫിറ്റ്, ഹീസ് എഹെഡ് ഓഫ് ടൈം എന്ന് ഞാൻ കേട്ടു, എവിടെ വായിച്ചത് ഉണ്ടായിരുന്നു. സോ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോൾ ഹി ഷുഡ് ബി അവൈലബിൾ ഇൻ ദ ബെഞ്ച്. ഫുള്ളി ഫിറ്റ് ആയിരിക്കില്ല, അവൈലബിൾ ഇൻ ദ ബെഞ്ച് എന്ന് കേൾക്കുന്നുണ്ട്. സോ കുറച്ച് മിനിറ്റ്സ് കിട്ടിയിട്ട് ക്വാർട്ടർ ഫൈനൽ ആകുമ്പോൾ ഹി ഷുഡ് ബി റെഡി എന്ന് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇവർ ഈ സാക്ക ഫിറ്റ് ആയെന്ന് വിചാരിക്കട്ടെ, അപ്പം ഇപ്പൊ ട്രോസാർഡിനെ നമ്മൾ ലെഫ്റ്റ് വിങ് ഇറക്കുവാണെങ്കിൽ then there is a chance Martinelli can play as a സ്ട്രൈക്കർ അല്ലെങ്കിൽ നമ്പർ 9 ആയിട്ട് കളിക്കാൻ. പക്ഷെ കളിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൽ എന്റെ ആഗ്രഹം. നടക്കുവോ ഇല്ലയോ, മേ ബി ആ ടാക്ടിക്കലി ശരിയാവോ ഇല്ലയോ എന്നറിയില്ല. പ്ലേയിങ് സാക്ക ലെഫ്റ്റ് വിങ് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നടക്കുവോ ഇല്ലയോ, മേ ബി അത് തെറ്റായിരിക്കാം. എന്റെ ഒരു ഇതിൽ വെച്ച് പ്ലേയിങ് സാക്ക ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ് വെന്യേരി, മെറീനോയോ ട്രൊസാർഡോ ആരാന്ന് വെച്ചാൽ. വെന്യേരിയുടെ കാര്യം മറന്നുപോയി ആക്ച്വലി. സാക്ക വരുന്നത് പറയുമ്പോൾ വെന്യേരി ഇക്വേഷൻ ഔട്ടാകും. അപ്പൊ മെറീനോ ഇത് വെച്ചിട്ട് ബ്രിങ് ഓൺ അങ്ങനെ വരും. എനിക്ക് തോന്നിയിട്ടുള്ളത് മാർട്ടിനെല്ലി ഒരു നല്ല സ്ട്രൈക്കർ റോളിൽ കൊടുത്ത കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ വന്ന സമയത്ത് ഉനായ് എമറിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മാർട്ടിനെല്ലി നമ്പർ 9. അതായത് ആ ഒരു സീസൺ കുറച്ച് ഗോളും അടിച്ചിട്ടുണ്ട്. അന്ന് അവന് 18 വയസ്സ് എന്തൊക്കെയുള്ളൂ. അന്ന് തന്നെ നല്ലൊരു സ്ട്രൈക്കിംഗ് എബിലിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികം അവന് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആർട്ടറ്റ വന്നതിന് ശേഷം കൂടുതലും വിങ്ങിലാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് മോസ്റ്റ്ലി അങ്ങ് രണ്ട് വിങ്ങും ഇപ്പൊ വെന്യേരി സാക്ക ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആർട്ടറ്റ അവിടെ ട്രോസാർഡിനെ ഇടുള്ളൂ, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആർട്ടറ്റയ്ക്ക് മെറീനോ ആയിരിക്കും മേ ബി. യെസ്, സോറി. അപ്പം അങ്ങനെയാണ്. അപ്പൊ ഇനി ചാമ്പ്യൻസ് ലീഗ് എല്ലാം ഏകദേശം സോർട്ടഡ് ആയിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽ സോർട്ടഡ് ആയി. ജസ്റ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ഇതൊന്ന് ടച്ച് ചെയ്ത് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. യുണൈറ്റഡ് ആർസണൽ ഡ്രോ, പക്ഷെ നമുക്ക് പറ്റിയില്ലായിരുന്നു. ആ ഒരു മാച്ച് 1-1 ഡ്രോ ആയിരുന്നു. എന്ത് തോന്നി ആ ഒരു മാച്ച് കണ്ടിട്ട്? പ്രീമിയർ ലീഗ് ആകുമ്പോൾ നമുക്കറിയാം സ്ഥിരമായിട്ട് എങ്ങനെയാണ് കളിക്കുന്നത്. ആ ഒരു മാച്ച് കണ്ടിട്ട് എന്താ തോന്നി? രണ്ട് ടീമുകൾ അതിൽ ഏറ്റവും അലമ്പായിട്ട് കളിക്കുന്നത് ആര് എന്ന് തെളിയിക്കാനുള്ള കളിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ അലമ്പനാണ്, എന്നെക്കാട്ടും അലമ്പൻ കാണിക്കാൻ വേണ്ടി കളിക്കുന്ന രണ്ട്. കാരണം ഇറ്റ് വാസ് ലൈക്ക് രണ്ട് ടീമിനും ഇന്റൻഷൻ ഇല്ലായിരുന്നു. ആ ബ്രൂണോയ്ക്ക് കിട്ടിയ ആ ഒരു ഫ്രീ കിക്ക് അല്ലാണ്ട് സെക്കൻഡ് ഹാഫിൽ 1-2 ചാൻസസ് അവര് ക്രിയേറ്റ് ചെയ്തതല്ലാണ്ട്, ലൈക്ക് റായ സേവ്ഡ് അവർ ആസ് എന്ന് ഞാൻ പറയും. കാരണം ആ 2 ചാൻസസ് അല്ലാണ്ട് യുണൈറ്റഡ് ഡിൻ ക്രിയേറ്റ് മച്ച് ചാൻസസ്. യുണൈറ്റഡ് വർ പ്ലേയിങ് എന്താണ്, അവര് ഡ്രോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അടിച്ച ഗോളിന് വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടി കളിച്ചതുപോലെ എനിക്ക് തോന്നി. ആർസണല് എങ്ങനെയും ഡ്രോ അല്ലെങ്കിൽ ഈ കളി നമ്മുടെ കയ്യിൽ നിന്ന് പോവരുത്, അല്ലെങ്കിൽ ഇന്റൻഷൻ വലുതായിട്ട് ജയിക്കണം എന്നൊരു ഇന്റൻഷൻ ഞാൻ കണ്ടില്ല ആർസണൽ. ഫ്രം ദ മിനിറ്റ് ഗോ ആർസണലിൽ നിന്നൊരു ഇന്റൻഷൻ ഞാൻ കണ്ടില്ല. ആ മാച്ചില് ശരിക്കും പറഞ്ഞ റായയും പിന്നെ ഡെക്ലൻ റൈസും ഇവർ രണ്ടുപേരുമായിരുന്നു സത്യം പറഞ്ഞ ഒരു വേറെ ലെവലിൽ പെർഫോം ചെയ്ത രണ്ട്. ഡെക്ലൻ റൈസ് ഒക്കെ ആ ഒരു ഗോൾ മാത്രമല്ല, ഒരു ഹോയ്ലൻഡിന്റെ ഒരു 1-on-1 ചാൻസ്, ടാക്കിള്, ക്ലീൻ ടാക്കിള്. അല്ല, ഇപ്പൊ ഈ പറയുന്ന ഇന്റൻഷനോടെ കളിക്കുന്ന ഇവൻ ഡേവിഡ് റൈസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്റൻഷനിൽ ഇപ്പൊ ടീമിൽ കളിക്കുന്നത്. പ്ലസ് ഗബ്രിയലിന് ഡിഫൻഡേഴ്സ് പൊതുവെ നമുക്ക് ഡിഫൻഡേഴ്സിനെ ഒരു കളിയിലും നമ്മൾ കുറ്റം പറയുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഒഡേഗാർഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു സർക്കിൾ ഉണ്ട്. അവിടെ ആണ് കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആവാത്തത്. എന്താ പറഞ്ഞില്ല, പ്രീമിയർ ലീഗ് ഇസ് ലോങ് ഗോൺ. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. ലിവർപൂൾ
നമുക്ക് ഇപ്പോഴേ വേണേ കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞ് വെക്കാം എന്നുള്ളേ ഉള്ളൂ. പിന്നെ മാത്തമാറ്റിക്കലി പ്രൂവൺ ആവുന്നവരെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ബട്ട് വി നോ ഇൻസൈഡ് അവർ ഹെഡ് ലിവർപൂൾ ഹാസ് വൺ ദ ലീഗ്. ലിവർപൂള് ഓഫ് കോഴ്സ് PSG ലിവർപൂൾ മാച്ചിൽ ലിവർപൂൾ നോക്കൗട്ടായി. അതൊരു അനദർ ബ്ലോ ആയിരുന്നു സലയെ സംബന്ധിച്ചൊരു ബ്ലോ. സല എനിക്ക് തോന്നുന്ന ഈ സീസണിൽ എക്സെപ്ഷണൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇഫ് ഈ കൂടെ ഒരു സെമി ഫൈനൽ വരെ എത്തിയിരുന്നെങ്കിൽ ബാലൻഡിയർ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ റൗണ്ട് ഓഫ് 16 ഒരു എക്സിറ്റ് ഇച്ചിരി കടുത്തുപോയി. ബട്ട് അതൊക്കെ പറയുമ്പോഴും PSG അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു 2 ലെഗിലും. സോ ദേ ഡിസേർവ് ടു ഗോ ത്രൂ. ആ മാച്ച് കണ്ടായിരുന്നു, എന്തായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. സോ PSG ഹാഡ് ലൈക് ഫസ്റ്റ് 2 ലെഗിലും PSG വർ 1 സ്റ്റെപ്പ് ahead ഓഫ് ലിവർപൂൾ എന്നും പറഞ്ഞ് ലിവർപൂൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നാൽ ലിവർപൂളും ചെയ്തു. എൻഡ് ടു എൻഡ് അറ്റാക്ക് ആയിരുന്നു. ബട്ട് അപ്പർ ഹാൻഡ് കുറച്ച് PSG ആയിരുന്നു. ബട്ട് PSG ഡിഡ് ടേക്ക് ദെയർ ചാൻസസ്. കുറെ ചാൻസ് കിട്ടിയത് അവർ യൂട്ടിലൈസ് ചെയ്തില്ല. അതുപോലെ ലിവർപൂളിന് കിട്ടിയ ചാൻസുകൾ ലിവർപൂൾ യൂട്ടിലൈസ് ചെയ്തില്ല. At the end of the day, PSG deserved a bit more compared to Liverpool ആ കളിയിൽ. അല്ല, എനിക്ക് ആക്ച്വലി സെക്കൻഡ് 2 കളി നോക്കിയപ്പോ എനിക്ക് തോന്നിയത് PSG വാസ് ഫാർ ബെറ്റർ. PSG മിഡ്ഫീൽഡ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. ആ ഒരു ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് എന്ന് തന്നെ പറയാം. ജാവോ നെവസ് ആണെങ്കിലും നമ്മുടെ ഡൂക്കെ എന്ന് പറഞ്ഞൊരു പുതിയ മിഡ്ഫീൽഡർ, അവർക്കൊരു മിഡ്ഫീൽഡർ ഉണ്ട്. ഇവര് പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു പേരാണ് ന്യൂനോ മെൻഡസ്. ലെഫ്റ്റ് ബാക്ക് അവരുടെ സാലനെ ശരിക്കും പൂട്ടിക്കളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു രക്ഷയില്ലാത്ത ഒരു കളിയായിരുന്നു ന്യൂനോ മെൻഡസിന്റെ. സോ PSG അങ്ങനെ ത്രൂ ആയി. PSG വിൽ ഫേസ് ആസ്റ്റൺ വില്ല ഇൻ ദ ക്വാർട്ടർ ഫൈനൽസ്. അപ്പം മൊത്തത്തില് ഫുൾ ചാമ്പ്യൻസ് ലീഗ് കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പൊ നമ്മൾ ഇനിയും നെക്സ്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ ചെൽസിയാണ്. ചെൽസി മാച്ച് ഈ പറഞ്ഞ പോലെ നമുക്കിനി പ്രീമിയർ ലീഗിലെ ഈ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്യുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് ടോപ്പ് 4 എങ്ങനെയും ഫിനിഷ് ചെയ്താൽ മതി. സെക്കൻഡ് ഫിനിഷ് ചെയ്യുക സംശയം. സോ ടോപ്പ് 4 ഫിനിഷ് ചെയ്യുക ആൻഡ് ഡു സംതിങ് ലൈക്ക് എ മിറക്കിൾ. നമ്മൾ മറ്റേ ആഗ്രഹിക്കാം മിറക്കിൾ, ഡു സംതിങ് ആസ് എ മിറക്കിൾ ഇൻ ചാമ്പ്യൻസ് ലീഗ് എന്ന് മാത്രം ആഗ്രഹിക്കാന്നല്ലാണ്ട് യു കനോട്ട് ലൈക്ക് എക്സ്പെക്ട് എനിത്തിങ് മൂവിങ് ഫോർവേഡ്. എക്സ്പെക്ടേഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ആഗ്രഹം വെക്കുക. പിന്നെ ലൈക്ക് നടന്നു, ഇല്ലെങ്കിൽ ഓഫ് ടു നെക്സ്റ്റ് സീസൺ എന്നുള്ള സീൻ. ബട്ട് എനിവേസ് കുറെ നാൾക്ക് ശേഷം ആർസണൽ ബയൺ എന്നൊരു ചരിത്രമൊന്നും ഇല്ലാണ്ട് ആർസണൽ റയൽ എന്നൊരു കളി വന്നതുകൊണ്ട് സോ ഹാപ്പി. ഒരു ബിഗ് ഫിക്സ്ചർ എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു എന്താ പറയുക, കഴിഞ്ഞ ഈ പറയുന്ന ചാമ്പ്യൻസ് ലീഗിലെ ക്വാർട്ടർ ഫൈനൽസിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫിക്സ്ചർ ആയിരിക്കും ഇത്, ആർസണൽ വേഴ്സസ് റയൽ. വേറെ ബിഗ് ഫിക്സ്ചർ ഇല്ല, ഇത് തന്നെയാണ് ബിഗ് ഫിക്സ്ചർ ക്വാർട്ടേഴ്സിൽ. ഇന്റർ ബയൺ ഉണ്ട്. യെസ്, ഇന്റർ ബയൺ ഉണ്ട്. കറക്റ്റ്, ഇന്റർ ബയൺ ഒരു ബിഗ് ഫിക്സർ ആണ്. ആൻഡ് ബട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു പോപ്പുലാരിറ്റി വെച്ചിട്ട് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ എമിറേറ്റ്സ് ഡെർബിയാണ്. അപ്പൊ എന്തായാലും ആ ഒരു മാച്ചിന് നമ്മൾ എന്തായാലും വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. അപ്പൊ എനിവേ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് ഇനിയും ചെൽസി മാച്ച് കഴിഞ്ഞ് വീണ്ടും സംസാരിക്കണം. അത് കഴിഞ്ഞൊരു ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യണം. നമ്മൾ ആറാട്ടം പോലത്തെ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്കിന് കുറച്ചുകൂടെ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ് ദി സ്ട്രീം. അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, യെസ് ഗൈസ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പരിഗണിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കോമെന്റ്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഓൾസോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ സീസൺ ആർസണലിലെ ഇനി ആകെ ഒരു ലെഫ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ആണ്. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? കമന്റ് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അപ്പം ഓക്കെ.